തെരഞ്ഞെടുപ്പ് കാലത്തെ പതിവ് വാഹന പരിശോധനയെ എതിർത്ത് കോൺഗ്രസ്. ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ സ്വാഭാവിക വാഹന പരിശോധനയിൽ പ്രതിഷേധിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ മാത്രം. കനോലി പ്ലോട്ടിന് മുന്നിലായിരുന്നു ഉദ്യോഗസ്ഥരുടെ പരിശോധന. മറ്റ് എംപിമാരുടെയും വാഹനങ്ങൾ പരിശോധിക്കാറുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പരിശോധനയിൽ മറ്റ് വേർതിരിവുകളില്ല. അബ്ദുൽ വഹാബ് എംപിയുടെയും കെ രാധാകൃഷ്ണൻ എംപിയുടെയും ഒരു മജിസ്ട്രേറ്റിൻ്റെയും വാഹനമടക്കം പരിശോധിച്ചെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. എല്ലാ വാഹനവും പരിശോധിക്കാം. എന്തെങ്കിലും കണ്ടെത്തിയാൽ മാത്രമേ റിപ്പോർട്ട് ചെയ്യുള്ളൂ. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം എന്താണ് ഈ പറയുന്നത്? അതറിയില്ല കേട്ടോ. ഞാൻ ഇപ്പോഴും രാവിലെ വന്നപ്പോഴേ ചാനലിൽ വന്നപ്പോഴേ അറിയുന്നത്. അതുവരെ നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷേ നടപടി തന്നെ സാധാരണ നടപടി എല്ലാം തുറന്ന് പരിശോധിച്ച് ഡിക്കി ഉണ്ടെങ്കിൽ എല്ലാം പരിശോധിച്ച് തുറന്ന് നോക്കണം എന്നുണ്ട് തന്നെയാണ്. ആ നോക്കുന്ന എല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പരിശോധന വീഡിയോഗ്രാഫറുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ വീഡിയോഗ്രാഫറുണ്ട്. എല്ലാ പരിശോധനയും വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് ചെയ്യുള്ളൂ, ഡിക്കി തുറക്കുള്ളൂ. അങ്ങനെ അവരെ മാത്രം സെലക്ട് ചെയ്ത് ഇങ്ങനെ പരിശോധിച്ചു എന്നുള്ള വിവാദമാണല്ലോ അവർ പറയുന്നത്. അറിയില്ല കേട്ടോ, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. ഇന്ന് രാവിലെ തന്നെ വഹാബ് എം പിയുടെ വണ്ടി ചെക്ക് ചെയ്തിട്ടുണ്ട്, കെ രാധാകൃഷ്ണൻ എം പിയുടെ ചെക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് MLA മാരൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. നൃപൻ, ഇത് പുതുമയല്ല. എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ റുട്ടീൻ ചെക്കിംഗ് ആണ്. അതാണ് ഇവിടെയും നടന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും, അതായത് പാലക്കാട് ഉണ്ടാക്കിയ അതേ പാക്കേജ്, അതേ ആൾക്കാർ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. പക്ഷേ അത് പൊളിഞ്ഞു വീഴുകയും ചെയ്തു. ഇത്തവണ വിജയിച്ചില്ല. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും അജിംഷാദ്, നമ്മളിവിടെ നിൽക്കുമ്പോൾ അജിംഷാദ് ചോദിക്കുമ്പോൾ അത് തമാശയായി തന്നെ പറയേണ്ടി വരും. കാരണം സാധാരണ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടങ്ങളിലെല്ലാം നമ്മൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കണ്ടതാണ്, പാലക്കാട് കണ്ടതാണ്, തൃക്കാക്കര കണ്ടതാണ്. അങ്ങനെ ഓരോ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലും ഈ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് SSTയുടെ ടീമെന്ന് പറയും, അതായത് ഇലക്ഷൻ കമ്മീഷൻ്റെ നേരിട്ട് നിയോഗിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ ചുമതലയുള്ള ഒരാളും ബാക്കി വരുന്ന ഉദ്യോഗസ്ഥരും രണ്ടോ മൂന്നോ പോലീസുകാർ ഇത് പരിശോധിക്കാൻ വാഹനങ്ങൾ നിർത്തി പരിശോധിക്കുന്നതിന് വേണ്ടിയതും ഒപ്പം തന്നെ വീഡിയോ ചിത്രീകരിക്കാനും CCTV ദൃശ്യങ്ങളടക്കമുള്ള സ്ഥലത്താണ് ഒരു ഓഫീസ് അവർ പരിശോധനാ സ്ക്വാഡിൻ്റെ കേന്ദ്രം തയ്യാറാക്കുക. അങ്ങനൊരു കേന്ദ്രത്തിലാണ്, അങ്ങനെയുള്ള കനോലിയിലുള്ള ഒരു കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്ന സംവിധാനമൊക്കെ കാണാൻ കഴിയും. അത് നമ്മൾ രാവിലെ മുതൽ തന്നെ ഇത് കാണിക്കുന്നതാണ് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി. അപ്പോൾ ഈ വാഹനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി സംശയം തോന്നുന്ന വാഹനങ്ങൾ പ്രത്യേകം പരിശോധിക്കും. അല്ലാതെ തന്നെ പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഏതെങ്കിലും തരം ഫോൺ കോൾ വരികയോ എന്തെങ്കിലും സൂചന ലഭിക്കുകയാണെങ്കിൽ ആ വാഹനങ്ങൾ പ്രത്യേകിച്ച് സമഗ്രമായ പരിശോധന നടത്തും. അത് പരിശോധിക്കുന്നതിന് വളരെ മാന്യമായിട്ടുണ്ട്. ഏകദേശം 2 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. വാഹനങ്ങൾ സൈഡിലേക്ക് ഒന്ന് നിർത്താൻ പറയുന്നു, വാഹനത്തിൻ്റെ ഡിക്കി ഒന്ന് തുറന്നു നോക്കുന്നു, ഒപ്പം തന്നെ വാഹനം ഓടിച്ച ആളുടെ പേരും വാഹനത്തിൻ്റെ നമ്പരും ഒന്ന് കുറിച്ചിടുന്നു, അതിനുശേഷം വാഹനം പറഞ്ഞയക്കുന്നു. ഇതാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പരിശോധന ഇന്നലെ രാത്രി 10 മണിക്ക് ഇതേ സ്പോട്ടിൽ വെച്ച് നടക്കുമ്പോഴാണ് MLAയും MPയും സഞ്ചരിച്ച വാഹനം ഈ ഉദ്യോഗസ്ഥർ പരിശോധിക്കാൻ വേണ്ടി തടയുമ്പോൾ തന്നെ ഡിക്കി തുറക്കാൻ ആവശ്യപ്പെട്ടു എന്നൊക്കെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. എന്തിന് ഡിക്കി തുറക്കാൻ താൻ ആവശ്യപ്പെട്ടില്ലേ, പെട്ടി കാണണമെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ചോദിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം. എന്നിട്ട് പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു നിർത്തുന്നത് തന്നെ ഇങ്ങനെയാണ്: താൻ ചെയ്ത സേവനത്തിനുള്ള പണി പിന്നാലെ വരുന്നുണ്ട്, സേവനത്തിനുള്ള പ്രതിഫലം പിന്നാലെ വരുന്നുണ്ട് എന്ന് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുകയാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ SST ടീമിലുള്ള ഉദ്യോഗസ്ഥനെയാണ് അദ്ദേഹം ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്. എന്തിനാണ് ഒരു MLA, തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി, ഒരു MPയും ഇങ്ങനെ പെരുമാറിയെന്ന കാര്യം ഇന്ന് പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ ടീമാണ്, രാത്രി ജോലി ചെയ്തവരാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. അവർ പറയുന്നതെന്ന് കഴിഞ്ഞാൽ അത് സാധാരണ പരിശോധനയാണ്, അതിലെന്തിനാണ് ഇങ്ങനെ പ്രകോപനം ഉണ്ടായതെന്ന കാര്യം അറിയില്ല. മറ്റു ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത് നേരത്തെ ആജിംഷാദ് പറഞ്ഞതാണ് കാര്യം. അതായത് ഇന്ന് പരിശോധന നടത്തുന്നതിൽ ഒരു തരത്തിലുള്ള വേർതിരിവുമില്ല. അത് മജിസ്ട്രേറ്റിൻ്റെ അടക്കം പരിശോധിക്കാറുണ്ട്, ഒപ്പം തന്നെ ഉദ്യോഗസ്ഥർ, സാധാരണ മനുഷ്യർ, ഒപ്പം പിന്നെ ഇന്ന് ഇതിനിടയിൽ ഒരു കാര്യം കൂടി നൃപൻ പറഞ്ഞത് ശരിയാണ്. ഇവരുടെ എല്ലാം വേർതിരിവുകളില്ലാതെ ഈവൻ മജിസ്ട്രേറ്റിന്റെ പോലും പരിശോധിച്ചു. അത് അവരുടെ ഒരു റുട്ടീനാണ്. നേരത്തെ നൃപൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പറയുന്നു പരിശോധനയിലൂടെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാൻ ശ്രമിച്ചതും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താനും ഒക്കെ ശ്രമിച്ചത്. എങ്ങനെയാണ് പരിശോധന അപമാനമാകുന്നത്? മടിയിൽ കനമില്ലെങ്കിൽ ഏത് പരിശോധനയും വിധേയമായിക്കൂടെ എന്ന് സംശയമല്ലേ ഉയരുന്നത്? തീർച്ചയായും ഒരു ഇലക്ഷൻ്റെ പ്രഖ്യാപിക്കപ്പെട്ടാൽ പൂർണ്ണമായി ഇലക്ഷൻ്റെ നടത്തിപ്പ് വരെയുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെയും അത് തരത്തിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാതെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുക, നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനാണ്.
ആ ഇലക്ഷൻ കമ്മീഷന് കീഴിൽ വരുന്ന SST ടീമിലെ അംഗങ്ങളുടെ പരിശോധനയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതെങ്ങനെയാണ് അവഹേളനമാകും? സാധാരണ ഇപ്പോൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ ആൾക്കാർ സാധാരണ മനുഷ്യരുടെ പെരുമാറ്റം നോക്കി അവർ പേരെഴുതിയെടുക്കുന്നു, ഒപ്പം തന്നെ വാഹനത്തിൻ്റെ നമ്പർ എഴുതിയെടുക്കുന്നു, ഉദ്യോഗസ്ഥരോട് മാന്യമായി സംസാരിക്കുന്നു, അവർ പോവുകയാണ്. വേറൊന്നുമില്ല. ഏകദേശം ഒരു 2 മിനിറ്റ് മാത്രമുള്ള ഈ പരിശോധനയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ മാന്യമായിട്ടാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. ഒരു ബുദ്ധിമുട്ടില്ല. അവർ എന്തൊക്കെ ചോദിച്ചത്? ഞങ്ങളുടെ പേര് ചോദിച്ചു, വണ്ടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു, നോക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു, ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഇതിനകത്തൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ പോകാൻ പറയുന്നു. അതെ, അത് കഴിഞ്ഞ് പോകാൻ പറയുന്നു. വളരെ മാന്യമായിട്ട് അവർ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ്. അതെ അതെ അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ്. ഉറപ്പായിട്ട് സഹകരിക്കും, ഉറപ്പായിട്ട് സഹകരിക്കും. നമ്മൾ സഹകരിക്കണമല്ലോ. ശരി ശരി, താങ്ക് യു. ഇപ്പോൾ അജിംഷാദ് കേട്ടല്ലോ. ഇപ്പോൾ ഒരു പരിശോധനയുടെ രീതി എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാഹനത്തിൽ സഞ്ചരിച്ച ആളിൻ്റെ പ്രതികരണം കൂടി എടുത്തു. അദ്ദേഹം പറഞ്ഞത് മാന്യമായ ഉദ്യോഗസ്ഥർ വാഹനം സൈഡിൽ നിർത്തി അതിനുശേഷം പരിശോധിക്കണമെന്ന് പറഞ്ഞു. ഡിക്കി ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു. ഡിക്കി തുറന്ന് അവർ പരിശോധിച്ചു. കേവലം 2 മിനിറ്റ് ഞാൻ അജിംഷാദിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വാഹനം സൈഡിലേക്ക് പാർക്ക് ചെയ്തത്. അപ്പോഴേക്കാണ് ഞാൻ ലൈവിലേക്ക് വന്നത്. അപ്പോൾ തന്നെ പരിശോധന പൂർത്തിയാക്കി അദ്ദേഹം ഡിക്കി കൂടി തുറന്നു നോക്കി വിട്ടു. അത് അടുത്ത വാഹനം വരികയാണ്. ആ വാഹനത്തിൽ വന്ന ആളുടെ പേര് ചോദിക്കുന്നു. ഒപ്പം തന്നെ അവർ തന്നെ വീഡിയോയിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഒരു ഉദ്യോഗസ്ഥൻ വീഡിയോയിൽ ചിത്രീകരിക്കുന്നുണ്ട്. ആ ചിത്രീകരിച്ച ശേഷമാണ് ഇപ്പോൾ ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്യണമെന്ന് പറയുന്നു. അത് ആ വാഹനം ഓടിച്ചിരുന്ന അയാൾ പുറത്തേക്ക് ഇറങ്ങി ആ ഡിക്കി ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാഹനം അപ്പോൾ തന്നെ അതിനിടയിൽ തന്നെ ഉദ്യോഗസ്ഥൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല ഉദ്യോഗസ്ഥൻ പേരും ഡീറ്റെയിലും ഒക്കെ എഴുതിയെടുക്കാനുള്ള ഇതാണ്. പേര് ചോദിക്കുന്നു, ഒപ്പം തന്നെ നമ്പരും അദ്ദേഹം കുറിക്കുന്നു. അതിനുശേഷം സംശയാസ്പദമായി ഒന്നും കണ്ടില്ല എങ്കിൽ ആ വാഹനം അങ്ങ് വിടുകയാണ്. അത്രയേ ഉള്ളൂ. അതിൻ്റെ ഒരു പ്രൊസീജിയറാണ് ഇപ്പോൾ നടക്കുന്നത്. അതാണ് അജിംഷാദ് വലിയ തരത്തിൽ അപമാനിച്ചു സംവിധാനങ്ങളുമായി ഒന്നും ബന്ധമുള്ളതല്ല. ഇത് ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രീതിയാണ്, പരിശോധനാ രീതിയാണ്, അല്ലേ നിർവൻ? തീർച്ചയായും അതിനെ വളച്ചൊടിക്കുന്നത്, പ്രത്യേകിച്ച് അവർ രണ്ടുപേരും ജനപ്രതിനിധിയാണ് അജിംഷാദ്. അത് നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ചിന്തിക്കുകയാണ്. ഒന്ന്, വളരെ ഏറ്റവും പുതുതലമുറയുടെ ചെറുപ്പക്കാരാണ് രണ്ടുപേരും, ഏത് രാഷ്ട്രീയമാകട്ടെ. ഭാവി കേരളത്തിൽ പ്രതീക്ഷിക്കുന്ന യുവതലമുറയുടെ 2 രാഷ്ട്രീയ പ്രവർത്തകരാണ്. അവർ രണ്ടുപേരും ജനപ്രതിനിധികളാണ്. അവർക്ക് ഈ ഇലക്ഷൻ കമ്മീഷൻ ആരാണെന്നറിയാം, പോലീസ് ഉദ്യോഗസ്ഥർ ആരാണെന്നറിയാം, ഇതിൻ്റെ ചുമതല വഹിക്കുന്നത് ആരാണെന്നറിയാം. അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ കേവലമായി മറ്റു തരത്തിലൊക്കെ വിവാദത്തിലേക്ക് ഇത് കൊണ്ടുപോകാനുള്ള ബോധപൂർവമായ ശ്രമം അവർ നടത്തിയെന്നതാണ്. അത് രാവിലെ തന്നെ വാർത്തകൾ പുറത്തു വന്ന് ഉദ്യോഗസ്ഥർ ഇത് പ്രതികരണം നടത്തിയപ്പോൾ തന്നെ അത് പൊളിഞ്ഞുപോയി. അങ്ങനെ നമ്മളിത് ഗൗരവമായി കാണേണ്ടത് ഏത് രാഷ്ട്രീയമായിക്കോട്ടെ, പക്ഷേ പുതുതലമുറയുടെ 2 ചെറുപ്പക്കാരായിട്ടുള്ള ജനപ്രതിനിധികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളാണ്. ഇങ്ങനെ ഒരു നിമിഷം പോലും നിൽക്കാത്ത പച്ചക്കള്ളം എന്തിനാണ് പറയുന്നത്? പിണറായിയുടെ പോലീസ് തങ്ങളെ അവഹേളിച്ചു എന്ന തരത്തിലടക്കം പറയുന്നു. ഇത് പരിശോധന എത്ര ലളിതമാണെന്നും അത് അവർ ആരാണ് നടത്തുന്നതെന്നും ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരാണ്, SSTയുടെ ടീമാണ് നടത്തുന്നത്. ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥരും ബാക്കി 4 പേരുമാണ് ഇതിനകത്ത് ഉദ്യോഗസ്ഥരായി ഉണ്ടാകുക. പിന്നെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടാകും. അവർ നടത്തുന്ന ഒരു സാധാരണ പരിശോധനയെ റോഡിൽ പെട്ടി എടുത്ത് തുറന്നു വെച്ച് അവിടെ നടത്തി, ഷോ നടത്തി, അതിനുശേഷം ഉദ്യോഗസ്ഥരോട് കയർത്ത് സംസാരിക്കുക മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ പ്രകോപനപരമായി താൻ ചെയ്ത സേവനത്തിന് പണി പിന്നാലെ വരുന്നുണ്ട് എന്നാണ് ആ ഉദ്യോഗസ്ഥനോട് പറയുന്നത്. കയർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവസാനം പ്രകോപനം കൂടുമ്പോൾ ഷാഫി പറമ്പിൽ തന്നെ മതി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ വിലക്കുന്നതും ആ വീഡിയോയിൽ കാണാം. അത്തരത്തിൽ പ്രകോപനം സൃഷ്ടിച്ച ഒരു സംഭവമാണ് ഇപ്പോൾ ഈ ജനങ്ങൾക്ക് ബോധ്യമാകുന്നത്. പരിശോധനയുടെ ദൃശ്യങ്ങൾ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന കാര്യവും പ്രേക്ഷകർക്ക് മനസ്സിലായി. ഒപ്പം തന്നെ നമ്മൾ ഇവിടെ പരിശോധിക്കുന്നതിനിടയിൽ ഒരാളിനോട്, വാഹനത്തിൽ വന്ന ആളിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ എത്ര മാന്യമായിട്ടാണ് മറക്കാനില്ലെന്ന് അതിൽ തന്നെ, കാരണം ലൈവായി റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ വന്ന ഒരാളിനോട് ചോദിച്ചതാണ്. അദ്ദേഹം പറയുന്ന കാര്യം നമ്മൾ കേട്ടതാണ് നിർഭൻ.